ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹീരാസ് ഡ്രീം ചാനൽ. അപ്പം 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പഴനി പോയ വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിൽ പറയുന്നത്. 2 വർഷം മുമ്പ് നമ്മൾ പോയപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മുരുകനെ കാണാനും പിന്നെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം തന്നെ ക്യാമറയിൽ പകർത്താനും വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ പോയത്. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോയത്. ട്രെയിനിന് ബുക്ക് ചെയ്തപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. കാരണം ഈ വിഷുവിൻ്റെ തിരക്കായതുകൊണ്ട് ഭയങ്കര സീറ്റൊക്കെ ഫുള്ളായിരുന്നു. പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. അപ്പോൾ പിള്ളേരായിട്ടൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് ബസ്സിലാണ് പോയത്. ഇവിടെ ചേർത്തലയിൽ നിന്ന് ബസ് ഉണ്ടായിരുന്നു. വെളുപ്പിന് 6 മണിക്ക് തന്നെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. അടിപൊളിയായിട്ട് ഇരിക്കുന്ന സീനൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. റോഡൊക്കെ പറയുകയുണ്ട് എൻ്റെ അമ്മോ, എറണാകുളം മൊത്തം പൊളിച്ച് തകർത്ത് വാരിയിട്ടിരിക്കുകയാണ് നമ്മുടെ വികസനത്തിന് വേണ്ടി. ആദ്യത്തെ ആ ഒരു സ്ഥലമൊക്കെ കഴിയുന്നവരെ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. ഉറക്കം വരണോ അതോ കാഴ്ച കാണണോ, തിരക്ക് കൊണ്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. എറണാകുളമൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും ആകെ മൈൻഡൊക്കെ നല്ല ഫ്രീ ആയി. തൃശ്ശൂർ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറക്കി. അവിടുന്ന് കഴിച്ചിൻ്റെ ഇടയ്ക്ക് കഴിക്കുകയും ചെയ്യണം, വീഡിയോ എടുക്കുകയും ചെയ്യണം. ആകെ ഇത്തിരി സമയമുള്ളൂ. എല്ലാം കൂടെ നല്ല റഷായിരുന്നു. പിന്നെ നമ്മൾ അതെല്ലാം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറിയപ്പോഴേക്കും പിന്നെ നല്ല ഫ്രീ ആയിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. പാത്തുമൊക്കെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ തൃശ്ശൂരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് ചെറിയ ചെറിയ മലയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. നമ്മുടെ ആലപ്പുഴയിൽ മലയൊന്നും ഇല്ലാത്തതുകൊണ്ട് മലയൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ പഴനി ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നത്. അത് ഞാൻ പോകുന്ന വഴി പറയാം. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ജില്ലയിലെത്തിയപ്പോൾ ഓരോ ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉള്ളവർ ഇവിടെ എവിടെ ആയിരിക്കും, ഇപ്പോൾ സർപ്രൈസായിട്ട് കാണാൻ പറ്റുമോ, അതുവഴി പോകുമോ എന്നൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് തൃശ്ശൂരാണ് തോന്നുന്നത്. തൃശ്ശൂരും പാലക്കാടും ഒക്കെ മലയുള്ളതുകൊണ്ട് എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ നമ്മളങ്ങനെ തമിഴ്നാട്ടിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ കയറി കഴിയുമ്പോൾ ഈ കേരം തിങ്ങും കേരളനാട്, അത് വെച്ചിട്ടാണ് നമുക്ക് കേരളത്തിന് പേരിട്ടത്. പക്ഷേ തമിഴ്നാട്ടിൽ ഇതേപോലെ ഒരുപാട് തെങ്ങും കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു കേരളത്തിന് എങ്ങനെ ഈ പേര് കിട്ടിയെന്നൊക്കെ ആലോചിച്ചു. ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ ബസ്സിലിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ തെർമൽ പവർ സ്റ്റേഷനല്ലേ, അതൊക്കെ കാറ്റാടിയുടെ ഇതൊക്കെ കണ്ടു. പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നിട്ട് അവിടെ ഒരു മലയാളി ഹോട്ടലിൻ്റെ അവിടെ കൊണ്ടാണ് നിർത്തിയത്. അപ്പോൾ അവിടെ നല്ല ഭക്ഷണമൊക്കെയായിരുന്നു, കുഴപ്പമില്ല. എല്ലാത്തിനും ഒരു ഊണിന് തന്നെ 100 രൂപയാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെത്തി. അങ്ങനെ നമ്മൾ മുരുകനെ കാണാൻ എത്തിയിരിക്കുകയാണ്. ദണ്ഡായുധപാണി ലോഡ്ജിൽ, ആ ഒരു ദേവസ്വത്തിൻ്റെ വകയുള്ള ഹോട്ടലിൽ പോയപ്പോൾ അവിടെ റൂം ഫുള്ളാണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വേറൊരു റൂമിൽ ചെന്ന് തിരക്കി. അവിടെ ഒരു ദിവസത്തേക്ക് 3500 രൂപ. അവിടുന്ന് രക്ഷപ്പെട്ടിറങ്ങി. അടുത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇറക്കിയപ്പോൾ ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്ക്. അവിടെ 1500 രൂപയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചു. എല്ലാ റൂമും ഒക്കെ എല്ലാ ഹോട്ടലൊക്കെ ഏകദേശം ഫുള്ളായിരുന്നു. വിഷുവിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് വൈകുന്നേരം മലയ്ക്ക് കയറാൻ, പഴനിമല കയറാനായിട്ട് പോയപ്പോഴാണ് എൻ്റെ അമ്മോ, ഫോൺ നോട്ട് അലൗഡ്. നമ്മുടെ മൊബൈൽ ഫോൺ മോളോട്ട് കയറ്റത്തില്ല. അത് ഈ ചെരുപ്പൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഒരു റൂമുള്ളതുപോലെ, ഒരു ഷോപ്പുള്ളതുപോലെ മൊബൈൽ ഫോണും അവിടെ കൊണ്ട് സൂക്ഷിച്ച് വെക്കണമെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ മൊബൈൽ ഫോൺ കയറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പകുതി ഇതങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫോൺ ഓഫ് ചെയ്തിട്ട് ബാഗിൽ വെച്ച് ഞാൻ എൻ്റെ കയ്യിൽ പാത്തൂനെ എടുത്തിട്ട് നേരെ നടന്നു. അപ്പോൾ അവിടെ മറ്റേ ഈ അലാറം അടിക്കുന്ന മെഷീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് അടിച്ചൊന്നുമില്ല. കൊച്ചു എൻ്റെ കയ്യിലുള്ളായിരുന്നുകൊണ്ട് അവരധികം ബാഗൊന്നും തപ്പിയില്ല. അങ്ങനെ ഞങ്ങൾ കയറി മുകളിലോട്ട് പോയി. ഞാൻ മുരുകനോട് ഒരുപാട് പ്രാർത്ഥിച്ചു, മുരുക എൻ്റെ ആഗ്രഹം അറിയാമല്ലോ, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എന്തായാലും എനിക്ക് വീഡിയോ എടുക്കാനൊരു അവസരം തരണേന്ന് പറഞ്ഞതുകൊണ്ട് ആണോന്നറിയില്ല, മുരുകൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. നല്ല പേടിച്ചാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ അവിടെ മോളിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെയുള്ള തമിഴ്നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും അവിടെ പരസ്യമായിട്ടൊക്കെ തന്നെ സെൽഫിയും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാത്രമല്ല, മലയാളികൾക്ക് മാത്രമല്ല ഇതൊന്നും എനിക്കറിയില്ല. അവരൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്, അവർക്കൊന്നും പറയാനും പറ്റത്തില്ല. എന്തായാലും അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. പേടിച്ചാണ് എടുത്തത്. എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, അവരുമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാടൊന്നും എടുത്തില്ല, ജസ്റ്റ് ആ ഒരു ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തുള്ളൂ, അല്ലാതെ ഫുൾ ടൈം ഫോണും കൊണ്ടൊന്നും ഇരുന്നില്ല. പിന്നെ താഴെ ഇറങ്ങി വന്നു നമ്മൾ മലയൊക്കെ കയറി. കുട്ടികളെന്തായാലും നല്ല അടിപൊളിയായിട്ട്, അമനും പാത്തും ഒക്കെ അടിപൊളിയായിട്ട് കയറി കേട്ടോ.
ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഈ തമിഴ്നാട്ടുകാരുടെ തന്നെ ഈ മറ്റേ നമ്മൾ താലപ്പൊലിയൊക്കെ എടുക്കുന്ന പോലെ അവർ തന്നെ ഇങ്ങനെ കുടമൊക്കെ വെച്ചിട്ടും ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം 4 സ്ഥലത്തു നിന്ന് 5 6 സ്ഥലത്തു നിന്ന് എല്ലാം ഇത് വരലായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഒരു വഴിപാടാണെന്ന് തോന്നുന്നു, അത് വരലായിരുന്നു. അപ്പോൾ തമിഴ്നാടിൻ്റെ തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഭയങ്കര സൂചി കുത്താൻ പോലും ഇടയില്ലാത്ത ആളായിരുന്നെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ലപോലെ തന്നെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പർച്ചേസിങ് ഒക്കെ നടത്തി. തമിഴ്നാട്ടിൽ പഴനിയുടെ ഏത് ഇടവഴിയിൽ കൂടെ പോയാലും അവിടെ എല്ലാം കടകളായിരിക്കും, അവിടെ എല്ലാം ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, പിള്ളേർക്ക് എന്ത് മേടിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഈ വഴി വന്നുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. നമുക്ക് ഇത് തങ്കക്കുതിരയാണ്. തങ്കത്തേരെന്ന് പറയുമ്പം പഴനി മലയിൽ കൂടെ പോകുന്നതാണ്. ഇത് തങ്കക്കുതിര. അപ്പോൾ അത് കാണാൻ പറ്റിയൊരു ഭാഗ്യം തന്നെയായിരുന്നു. സ്വർണ്ണമാണ് കേട്ടോ, സ്വർണ്ണ കുതിരയാണ്. ഭയങ്കര ആഘോഷമൊക്കെ ആയിട്ട് തന്നെയാണ് ഇതുവഴി പോയത്. അപ്പോൾ അവിടെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു, തമിഴ് പോലീസുകാരൻ. അപ്പോൾ തങ്കക്കുതിര എന്നൊക്കെ നമ്മളിത് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു എന്താണെന്നൊക്കെ. പിന്നെ ഫുള്ള് വൈബായിരുന്നു. അപ്പോൾ ഈ മേളമൊക്കെ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. നമ്മളെ ചെവിക്കല്ല് തകർന്നു, അത്ര അടുത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം മല കയറിയപ്പോഴും എനിക്ക് ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റി. അതിൻ്റെ കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തു. താങ്ക് യു ഗൈസ്.